ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ സ്നേഹിതരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ അവൻ പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവേൻ, അവരെ തടയരുത്. എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ്. ഇതിന്റെ സന്ദർഭം, ജനങ്ങൾ കുഞ്ഞുങ്ങളെ അവരുടെ മേലെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുവാനായിട്ട്, യേശുനാഥൻ പ്രാർത്ഥിക്കുവാനായിട്ട്, ആശീർവദിക്കുവാനായിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ശിഷ്യന്മാർ തടയുന്നു. അപ്പോൾ ശിഷ്യന്മാരോടാണ് യേശുനാഥൻ ഇപ്രകാരം പറയുന്നത്: അവരെ തടയേണ്ട കാര്യമില്ല. എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ് എന്ന്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഒരുപക്ഷെ മാതാപിതാക്കളായിരിക്കാം അവരുടെ കുഞ്ഞുങ്ങളെ, കൊച്ചുമക്കളെ യേശുവിന്റെ ആശീർവാദത്തിനായിട്ട് യേശുവിന്റെ അടുത്ത് കൊണ്ടുവരികയാണ്. നിഷ്കളങ്കരായിട്ടുള്ള മക്കളാണ്. അപ്പോൾ ദൈവം അനുഗ്രഹിക്കണം നിന്നെ എന്നുള്ള, അല്ലെങ്കിൽ യേശുനാഥൻ നിന്നെ അനുഗ്രഹിക്കണം എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത്. കുഞ്ഞുങ്ങളാവട്ടെ വളരെ അനുസരണയോടെ, നിഷ്കളങ്കതയോടുകൂടെ മാതാപിതാക്കളോടൊപ്പം യേശുവിന്റെ അടുത്തേക്ക് വരുന്നു. ഇനി ആ നിഷ്കളങ്കതയോട് ഉള്ള ഈ വരവും, നിഷ്കളങ്കമായിട്ടുള്ള ഈ വിശ്വാസവുമാണ് അവരെ രക്ഷിക്കുന്നത്. അതിനാൽ ആ രക്ഷ അവരിൽ നിന്ന് ഒരു കാരണവശാലും തട്ടിക്കളയാൻ പാടില്ല. അതുകൊണ്ട് അവരെ തടയരുത് എന്ന് യേശുനാഥൻ പറയുകയാണ്. കാരണം ദൈവം എന്ന് പറയുന്ന സങ്കല്പം, ദൈവം എന്ന് പറയുന്ന വ്യക്തിയും നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ്. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ദൈവത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവോ ധാരണയൊന്നും മനുഷ്യർക്കില്ല. എന്നാൽ അവൻ സർവശക്തനാണ്. സർവശക്തനായതിന്റെ പേരിൽ അവൻ സൃഷ്ടാവാണ്, അതുപോലെ പരിപാലകനാണ് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ എങ്ങനെ സൃഷ്ടിച്ചു, എന്തുദ്ദേശത്തോടു കൂടി സൃഷ്ടിച്ചു, എങ്ങനെയാണ് അവയെല്ലാം പരിപാലിക്കുന്നതെന്നൊന്നും മനുഷ്യർക്കറിയത്തില്ല. മൊത്തത്തിൽ പറഞ്ഞ ദൈവിക പദ്ധതി മുഴുവനുമായിട്ട് ഗ്രഹിക്കുവാനായിട്ട് ഒരു മനുഷ്യനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആയതിന്റെ പേരിൽ അറിയാത്ത സത്യങ്ങളെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന അത് നിഷ്കളങ്ക ഹൃദയങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കേൾവിയുള്ള ഒരു സത്യം അനുഭവിച്ചറിയുവാനായിട്ട് ശ്രമിക്കണമെങ്കിൽ നിഷ്കളങ്കമായിട്ടുള്ള വിശ്വാസം വേണം. അത് ആരാണോ പഠിപ്പിക്കുന്നത് അവരെ വിശ്വസിക്കണം. അപ്പോൾ ആ പഠിപ്പിക്കുന്ന ആരെക്കുറിച്ചാണ്, അതായത് ദൈവത്തെക്കുറിച്ച്, അവനിൽ വിശ്വാസം വേണം. ആ വിശ്വാസ യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. കാരണം അങ്ങനെയുള്ളൊരു യാത്രയിൽ മാത്രമേ ദൈവത്തെ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് എത്ര ചെറിയവനായാലും അവനെ തടുത്തു നിർത്തുവാനായിട്ട്, തടഞ്ഞു നിർത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം അവന്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടുവാനായിട്ടാണ് ഈ കുഞ്ഞുങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിത യാത്രയിലും ഒത്തിരി വ്യക്തതകൾ ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ ഒത്തിരി കാര്യങ്ങൾക്ക് മറുപടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. കാരണം എന്തുകൊണ്ട് ദൈവം എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു? നമുക്ക് പല ഉദാഹരണങ്ങൾ പറയുവാനായിട്ട് സാധിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ദരിദ്രനായിട്ട് എന്തുകൊണ്ട് എന്നെ ദൈവം സൃഷ്ടിച്ചു? അല്ലെങ്കിൽ വലിയ പണക്കാരെ കണ്ടുകൊണ്ട്, പണമുള്ളവരെ കണ്ടുകൊണ്ട് അവരെ പോലെ എന്നെ എന്തുകൊണ്ട് സൃഷ്ടിച്ചില്ല? എന്തുകൊണ്ട് എന്നെ സൗന്ദര്യമുള്ളവനായിട്ട് സൃഷ്ടിച്ചിട്ടില്ല? അങ്ങനെ നമ്മുടേതായിട്ടുള്ള ന്യൂനതകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ ചോദിക്കുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് ദൈവം എന്നെ ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചു എന്ന്. അതിനൊന്നും നമുക്ക് മറുപടിയില്ല. രോഗങ്ങളുണ്ടാവാം. ആ രോഗത്തെ പ്രതി എന്തുകൊണ്ട് ദൈവം എനിക്കത് തന്നു എന്ന് ചോദിക്കുന്നവരുണ്ടാവാം. എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ജീവിത പങ്കാളിയെ തന്നു എന്ന് ചോദിക്കുന്നവരുണ്ടാവാം. എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു മക്കളെ തന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ മാതാപിതാക്കളെ തന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള സഹോദരങ്ങളെ തന്നു എന്ന് ചോദിക്കുന്നവരുണ്ടാവാം. ഇതിനൊന്നും ഉത്തരം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല. പക്ഷേ അത് തന്നവന്റെ പക്കൽ അതിന് ഉത്തരമുണ്ട് എന്നാണ്. ആ ഉത്തരം ലഭിക്കുവോളം, അതുപോലെ തന്നെ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുവോളം എളിമയോടുകൂടെ, നിഷ്കളങ്കതയോടുകൂടെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നമ്മൾ ദൈവത്തെ പ്രാപിക്കണം.
അങ്ങനെയാകുമ്പോൾ മാത്രമേ സ്വർഗരാജ്യത്തിനും നമ്മൾ അവകാശികളായി തീരുകയുള്ളൂ. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ദൈവം തന്ന ദാനമെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ നന്മ സ്വരൂപനായ ദൈവത്തെ ആരാധിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.